യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി ഗൺമാൻമാർക്കെതിരെയുള്ള അന്വേഷണം എവിടെ വരെയായി? വി.ഡി. സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത ആദ്യത്തെ ക്യാബിനറ്റിലാണ് ഈ കേസ് അന്വേഷിക്കുമെന്ന പ്രഖ്യാപനം വന്നത്. SP ഷൗക്കത്ത് അലിക്ക് ഇത് സംബന്ധിച്ച് ചുമതല സർക്കാർ നൽകി. ആദ്യഘട്ടത്തിൽ വേഗത്തിൽ പോയ അന്വേഷണം പിന്നീട് ഇഴയുകയാണോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ്. ഷൗക്കത്ത് അലി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗൺമാൻമാർ മർദ്ദിച്ചുവെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ വരെ നഷ്ടമാകുമായിരുന്നുവെന്നുമാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. നേരത്തെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. അന്ന് അട്ടിമറിക്ക് കൂട്ടുനിന്നത് ADGP MR അജിത് കുമാർ ആയിരുന്നുവെന്നും SIT കണ്ടെത്തിയിരുന്നു. DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗൺമാൻമാർക്ക് പുറമെ അജിത് കുമാറിനെയും പ്രതി ചേർത്തിരുന്നു. കേസിൽ മുൻ ADGP ഉൾപ്പെട്ടതോടെ പോലീസിന്റെ തലപ്പത്തുള്ളവർ കേസ് അട്ടിമറിച്ചോ എന്ന സംശയവും ഉയർന്നിരുന്നു. ഒന്നും മറക്കില്ലെന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി V.D. സതീശൻ ആദ്യം പറഞ്ഞത്. പിന്നാലെയാണ് SIT രൂപീകരിക്കുന്നതും അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോയതും. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അന്വേഷണം നിലച്ചു പോകുവാൻ എന്താണ് കാരണമെന്ന ചിന്തയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. അന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ AD തോമസ് ഇന്ന് ആലപ്പുഴ MLA ആണ്. എന്നിട്ടും കേസിന് ഇപ്പോഴും ജീവൻ വയ്ക്കുന്നില്ല എന്നത് വിഷമകരമാണ്. ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസിലെത്തിയിരിക്കുകയാണ് MLA AD തോമസ്. കൂടെ മർദ്ദനമേറ്റ മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അജയ് ജുവലുമുണ്ട്. MR അജിത് കുമാറിനെതിരായ നടപടികൾ വൈകുന്നതിലുള്ള ആശങ്ക അറിയിക്കാനാണ് ഇരുവരും ക്ലിഫ് ഹൗസിൽ എത്തിയിരിക്കുന്നത്. പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും കാണും. ADGPക്കെതിരെ നടപടി വേഗത്തിലാക്കണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. ഈ വിഷയത്തിൽ ADGP MR അജിത് കുമാറിന്റെ പങ്കിൽ വ്യക്തത തേടി DGP കേസ് ഫയൽ തിരുത്തിയതിലെ പങ്ക് വിശദമാക്കി റിപ്പോർട്ട് നൽകാൻ SITയോട് റവാഡ ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു. അജിത് കുമാറിനെതിരെ തിടുക്കപ്പെട്ട് നടപടി വേണ്ടെന്നും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് മുൻപ് നടപടിയെടുത്താൽ മതിയെന്നുമാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. എന്തായാലും അജിത് കുമാറിനെതിരായ അന്തിമ റിപ്പോർട്ടും നടപടിയും വീണ്ടും നീളുമ്പോഴാണ് നടപടി തേടി AD തോമസ് മുഖ്യമന്ത്രിയെ കാണുന്നത്. AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലെ SIT നൽകിയ റിപ്പോർട്ട് DGP വിശദമായി പരിശോധിച്ചിരുന്നു. രക്ഷാപ്രവർത്തന മർദ്ദന കേസ് ഫയൽ തിരുത്തിയത് അജിത് കുമാറാണെന്ന് റിപ്പോർട്ടിൽ എവിടെയും വ്യക്തമായി പറയുന്നില്ല. ഇടപെട്ടത് ADGPയുടെ ഓഫീസാണെന്നും ഫയലുകൾ തിരുത്തിയതിൽ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർക്ക് പങ്കെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിനായി നിർബന്ധിച്ചത് അജിത് കുമാർ ആണെന്നുള്ള മൊഴികൾ അവിടെ ഇവിടെയായി പരാമർശിക്കുന്നുണ്ട്. ADGP നിർദ്ദേശിക്കാതെ ഗ്രേഡ് SIമാർ DYSP റാങ്കിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയില്ല എങ്കിലും റിപ്പോർട്ടിൽ അജിത്തിനെതിരെ നേരിട്ട് പരാമർശമില്ല. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്താൽ അജിത് കുമാർ കോടതിയിൽ പോയാൽ തിരിച്ചടിയുണ്ടാകുമെന്ന നിയമോപദേശം ലഭിച്ചതോടെയാണ് കൂടുതൽ വ്യക്തത തേടാൻ DGP തീരുമാനിച്ചത്. കേസ് ഫയൽ തിരുത്തിയതിൽ അജിത് കുമാറിന് പങ്കുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് തരാനാണ് AP ഷൗക്കത്ത് അലിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കോഴിക്കോടിന്റെ ചുമതലയാണ് ഷൗക്കത്ത് അലിക്കുള്ളത്. അതോടൊപ്പം പഴുതുകളടച്ച് മാത്രം നടപടിയിലേക്ക് കടന്നാൽ മതിയെന്നാണ് സർക്കാരിന്റെ തീരുമാനം. 31-നാണ് അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടത്. അതിനു മുൻപായി നടപടിയെടുക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ ആലോചന. അതായത് ഇന്നേക്ക് 15-ാം നാൾ അജിത് കുമാറിന്റെ കുപ്പായം ഊരി മാറ്റുമെന്ന ഉറപ്പാണ് AD തോമസ് നൽകിയിരിക്കുന്നത്. പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ അന്വേഷണ സംഘം സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ 5 ഗൺമാൻമാർക്ക് പുറമെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ADGPയുടെ ഓഫീസിൽ നിന്നും 2 SIമാരെ SIT പൊക്കിയത്. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിന്റെ പങ്കിന് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നത്.